ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ വീട്ടിൽ നിന്നാണ്. എൻ്റെ സ്വന്തം വീട്ടിൽ ഉള്ളൊരു വീഡിയോ ആണ്. ഇപ്പൻ്റെ കുറച്ച് കൃഷികളും അതേപോലെ ഇപ്പോൾ കുറച്ച് പഴവൃക്ഷ തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ആ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ വീടിൻ്റെ ചുറ്റും ചെടികളും കാര്യങ്ങളും നല്ല ഉള്ളത്. ഇപ്പം അതേപോലെ മാത്തൈകളും കർമൂസ തൈയും, കർമൂസ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പപ്പായ, അങ്ങനെ പപ്പായക്കാണ് കർമൂസ എന്ന് പറയുന്നത് കേട്ടോ. ഞങ്ങളുടെ മേലെ തൊടിയിലാണ് ഇതേപോലെ കൃഷികളുള്ളത്. ഇപ്പം പയറും പടവലൊക്കെ പടർത്തിയിട്ടുള്ളത്. നമുക്ക് വീട്ടിലേക്കുള്ള ഉപ്പേരിക്കുള്ള പയറും അതേപോലെ കറി വെക്കാനുള്ള പടവലും ഉപ്പേരിക്കുള്ള ചീരയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പം നല്ലോണം നോക്കും, അതാണ് പ്രധാനമായിട്ടും. ഇപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലോണം അതിൻ്റെ മുറ്റത്തേക്ക് നോക്കും. അപ്പോൾ ഇങ്ങനെ കുറച്ച് ചീരയും വെയിലിങ്ങനെ ഉദിച്ച് വരികയാണ് കേട്ടോ. അതാണ് ഒരു വെളിച്ചം അങ്ങനെ വരുന്നത്. എൻ്റെ ഇപ്പോൾ ഒരു പ്രവാസിയാണ്, പക്ഷേ നാട്ടിൽ വന്നാലിപ്പോൾ ഇതേപോലെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ ഈ വീട് സ്ഥലം ഞങ്ങൾ വാങ്ങിയ സമയത്ത്, വീടെടുക്കാൻ വേണ്ടി ഇപ്പോൾ വാങ്ങിയ സമയത്ത് ഇവിടെ ഒരു സാധനം ഇല്ലായിരുന്നു കേട്ടോ. ഒരു സാധനം ഇല്ലാന്ന് മീൻസ് ഒരു മൊട്ട സ്ഥലമായിരുന്നു. അവിടെ ആ ഒരു സ്ഥലമാണ് പിന്നെ ഈ രീതിയിലേക്ക് ആക്കിയെടുത്തത് കേട്ടോ. കാരണം ഭയങ്കര വെയിലായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു, ഇവിടെ താമസിക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ഇപ്പം ആ പാർക്കുന്ന മുന്നേ തന്നെ തെങ്ങിൻ്റെ തൈ എന്തോ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന ശേഷമാണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വെച്ചത് കേട്ടോ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ മേലെ തൊടിയാണ് കേട്ടോ. ഇവിടെ ഫുള്ള് എല്ലാ കവുങ്ങുമ്മലും ഇപ്പം കുരുമുളകിൻ്റെ വള്ളി ഇട്ടിട്ടുണ്ടാവും. ഇത് നമുക്കിപ്പോൾ നാളത്തേക്ക് ഒരു വരുമാനമാർഗ്ഗമാണ് ഈ കുരുമുളകിൻ്റെ സംഭവമൊക്കെ. അതിനേക്കാളുപരി മനസ്സിനും ഒക്കെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണല്ലോ അങ്ങനെ സംഭവങ്ങൾ ചെയ്യുന്നത്. ഇതാണ് കേട്ടോ പടവലത്തിൻ്റെ വള്ളി. നീളമുള്ള പടവലല്ല, വലിയ നീളം വെക്കാത്തൊരു ടൈപ്പ് പടവലാണ്. പണ്ടുള്ള പടവലും അതേപോലെ ചിരങ്ങയൊക്കെ നല്ല നീളത്തിലുള്ള ചിരങ്ങയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അത്ര തന്നെ നീളത്തിലുള്ള പടവലൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പം ഇപ്പൻ്റെ തൊടി സമൃദ്ധമാണ് കേട്ടോ. ഈ തൈകൾ കൊണ്ടും അതേപോലെ കൃഷി കൊണ്ടൊക്കെ അടിപൊളിയാണ് കാണാൻ. ഇത് നമ്മൾ ഹൈബ്രിഡായിട്ടുള്ള നമ്മുടെ ബട്ടറിൻ്റെ തൈ വാങ്ങി വെച്ചാണ്. ഇവിടെ ഓൾറെഡി ഒരു തൈ ഉണ്ടായിരുന്നു, പക്ഷേ അത് കായ്ക്കുന്നില്ല. അപ്പം ഹൈബ്രിഡ് ഒന്ന് വാങ്ങി വെച്ചാണ്. പിന്നെ ലക്ഷ്മി തരു, പിന്നെ അയനിപ്ലാവിന് അവിടെ വീണുണ്ടായതായിരിക്കും. അയനി മരം അങ്ങനെ എന്തോ ആണ് കണ്ട ഇങ്ങനെയാണ്. പിന്നെ അവിടെ ഒരു തേനീച്ചക്കൂടുള്ളതിനെ കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോവാത്തത്. അവിടെ ഈ ജാതിമരം അങ്ങനെയൊക്കെ സംഭവങ്ങൾ ആ തലക്കൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. പക്ഷെ നല്ലൊരു ഏരിയ ആണ് കേട്ടോ, നല്ല സ്ഥലമാണ്. നല്ല കാറ്റും വെളിച്ചും സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്. പിന്നെ ഈ കിണറിൻ്റെ മേലെ കാണുന്ന ഫുള്ള് മത്തൻ്റെ വള്ളിയാണ് കേട്ടോ. പക്ഷേ ഇതിമതിരെ കായ്ച്ചിട്ടില്ല, ഒരു മഞ്ഞ കളർ ആയി വരുന്നുണ്ട് ഇലക്ക്. പക്ഷെ ഞങ്ങളിവിടെയൊക്കെ ഈ മത്തൻ്റെ ഇല താളിക്കും ഉപ്പേരിയൊക്കെ ചെയ്യും കേട്ടോ. അടിപൊളിയാണ് സാധനം, പേശി കഴിക്കാനൊക്കെ. എല്ലാവരുടെ വീട്ടിലും ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതിനെ കൊണ്ടാണ് നമ്മുടെ വീഡിയോ ഇതൊക്കെ വരുന്നത്. ഇത് പിന്നെ അഭിയമാണ് കേട്ടോ, കായ്ച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പൂവിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നല്ലപോലെ നിൽക്കുന്നത് ഇപ്പോൾ കറക്റ്റ് ടൈം വളവും വെള്ളവും ഒക്കെ കൊടുക്കണോണ്ടാണ് കേട്ടോ. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഇമ്മയാണ് സംഭവമൊക്കെ നോക്കുക. അപ്പോൾ നോക്കാനുള്ളൊരു മനസ്സും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്തെങ്കിലും അവിടെ ഇവിടെയും കുഴിച്ചിട്ടിട്ട് കാര്യമില്ല, അത് നോക്കി കൊണ്ടുനടക്കാനുള്ളൊരു മനസ്സും കൂടി പ്രധാനമാണ്. അതുപോലെ ഈ ഒരു ചിക്കു ഉണ്ടോ, അത് പിന്നെ ഒരുപാട് അതിജീവിച്ചു വന്നൊരു ചിക്കു മരമാണ് കേട്ടോ. ഇഷ്ടം പോലെ കായ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ അതേമാതിരി ഈ മാംഗോസ്റ്റിന്. വീട് റെനോവേഷൻ ചെയ്ത സമയത്ത് കുറച്ച് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ ഒരു മാംഗോസ്റ്റിന്. അതിന് ശേഷം പിന്നെ ആണത് ഇങ്ങനെ കായ പിടിക്കാൻ തുടങ്ങിയത്. ആ ഒരു മാംഗോസ്റ്റിന് നല്ലോണം പരിക്ക് പറ്റിയ മാംഗോസ്റ്റിന് ഇപ്പോഴും കായ തുടങ്ങിയിട്ടില്ല. ഇതിന്മേലാണ് കായ ഉണ്ടാവാറ് കേട്ടോ. പക്ഷേ ഇതൊക്കെ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് ഉണ്ടാകുമ്പം ഒരു സന്തോഷമാണ്. മെനക്കൂടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും നോക്കാനും വളർത്താനൊക്കെ. പക്ഷെ ഒരു സമയം വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ എപ്പോഴെങ്കിലും വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു കൺകുളിർമ ഉണ്ടോ. ഈ തൊടി കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. കാരണം എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ എന്ന് ആദ്യം കണ്ടവർക്ക് അറിയുള്ളൂ. അതേപോലെ ഈ ഒരു ചീര ഉണ്ടല്ലോ, അറേബ്യൻ മുലോക്കിയ, അതിപ്പോൾ വിത്ത് കൊണ്ടുവന്ന് പാകിയതാണ് കേട്ടോ. ഇത് നമ്മുടെ വിയറ്റ്നാം ഏർലിയാണ്. എന്താ പറയുക, അതേമാതിരി ഇതൊരു ബട്ടറാണ്. ഇത് ഞാൻ കുഴിച്ചിട്ട ബട്ടറായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ കായല്ല. ചില നമ്മൾ കുഴിച്ചിടുന്ന ബട്ടർമേലൊക്കെ കായ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇതിന്മേൽ കായ ദൂരെ ഉണ്ടായിട്ടില്ല. പിന്നെ കുറേ വായും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. മേലത്തെ തൊടിയത്തെ വീഡിയോ എടുക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പെൻഡിങ് വെച്ചാണ്.
ഇവിടെ ഇപ്പോൾ ശരിക്കും കാനലായി മാറി, ഇതായി എന്താ പറയുക, വെയിലില്ലാതായി മാറി ഇതിൻ്റെ ഉള്ളിൽ. വായ സംഭവങ്ങളൊക്കെ വെച്ച് അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ ഇതൊക്കെ ഫുള്ള് കർമൂസിൻ്റെ തൈകളാണ് കേട്ടോ. പിന്നെ ഉണ്ടോ ഇതിന്മേൽ ഫുള്ളി ഒരു തേക്കിൻ്റെ മരമാണത്. അതിന്മേൽ പിന്നെ നമ്മൾ ഇപ്പം കുരുമുളകിൻ്റെ വള്ളി ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാത്തിലും കുരുമുളകിൻ്റെ വള്ളി പടർത്തി വിട്ടിട്ടുണ്ടാവും. മുരിങ്ങ കമ്പ് കുത്തിയിട്ടതാണത്. അതേപോലെ ഇങ്ങനെ ഒരു പൈപ്പ് വെച്ചിട്ട് അതിന്മേലും ഇതേപോലെ കീഴിട്ടുണ്ട്. ഇത് നമ്മുടെ കുടംപുളിയാണ്. അതേപോലെ കരിയേപ്പ്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ അത്യാവശ്യപ്പെട്ട സാധനങ്ങളൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. തക്കാളി അങ്ങനെയൊന്നുമില്ല, വെണ്ട ഉണ്ട്, പയറുണ്ട്, ചീര ഉണ്ട്, അങ്ങനെ സാധനങ്ങളൊക്കെ ഇപ്പം കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ഒളർമാവാണ് കേട്ടോ. ഉണ്ടോ ഈ ഒരു മാങ്ങ ഫുള്ള് കൊത്തിയിടുകയാണ്, ഇങ്ങനെ കുറേ കൊത്തിയിടുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഒരു മാങ്ങയൊക്കെ എടുത്തിട്ട് നമ്മൾ സൈഡും ഒക്കെ ചെത്തിയാണ്ട് കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അത് കഴിയൂലല്ലോ, ഇപ്പോൾ പറ്റൂലല്ലോ. ഇപ്പം ഭയങ്കര പ്രശ്നമല്ലേ അങ്ങനെ ചെത്തി കഴിച്ചാൽ. ഇപ്പം അതിനെക്കൊണ്ട് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അതന്നെ മതിയാവും. പിന്നെ നമുക്ക് ഇതിൽ മാങ്ങ ഉണ്ട്, പക്ഷെ വലിയ ടൈപ്പ് മാങ്ങ, ഇതിനേക്കാളും വലിപ്പം ഉണ്ടാവലുണ്ട്, പക്ഷെ ഇതിപ്പം വലിയ വലിപ്പമില്ല. കുറേ പക്ഷികൾ തിന്നും, കുറേ നമ്മളും തിന്നും, വീണിട്ടൊക്കെ എടുക്കും. അപ്പം നമ്മുടെ വീഡിയോ ബോറാവുന്നുണ്ടോയെന്ന് അറിയില്ല, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ടൈപ്പ് വീഡിയോസ് ഇഷ്ടമില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, അങ്ങനത്തെ വീഡിയോസ് വേണ്ടാന്നുള്ളത്. പിന്നെ നമ്മുടെ റംബൂട്ടാനാണ് കേട്ടോ, എല്ലാ പ്രാവശ്യം നല്ലോണം കായ ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ ഒരു താഴത്ത് വീടെടുക്കുന്ന മാങ്ങയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത് അതിനും ഉണ്ടല്ലോ ഒരു ഭംഗി. താഴത്ത് കൊത്തിയിട്ട് കിടക്കുന്ന മാങ്ങക്കും ഒരു കാണാനൊരു ഭംഗിയുണ്ട്. പിന്നെ ഇതൊരു ടൈപ്പ് ഓഫ് നാരങ്ങയാണ് കേട്ടോ. നമ്മൾ കായയില്ലാന്ന് വിചാരിച്ചത്, പക്ഷേ കായുണ്ട്. ഇത് നമുക്ക് അച്ചാറിടാനും വെള്ളം കലക്കാനൊക്കെ ബെസ്റ്റാണ് കേട്ടോ. നമുക്ക് ആദ്യം പെട്ടെന്ന് വരികയാണെങ്കിലൊക്കെ ഓടിപ്പോയിട്ട് പറിച്ചിട്ട് വേനൽക്കാലത്തൊക്കെ ഐസ് ഇട്ട് അടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ കുഴിച്ചിട്ടിട്ട് മരം പിടിച്ചിട്ടുണ്ട്, പക്ഷേ കായ്ച്ചിട്ടില്ല. അപ്പം എന്താണ് ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു രസമാണ്. നമ്മളെ മുറ്റത്ത് തന്നെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുമ്പോൾ കുഴിച്ചിടാനുള്ള സ്ഥലവും വേണം. ഇപ്പം പിന്നെ ഡ്രമ്മിൽ കുഴിച്ചിടാന്നൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ആർക്കത്ര സീനില്ല. ഞാനൊക്കെ ഡ്രമ്മിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഇത് കണ്ടോ, അവിടെ പപ്പായ കായ്ച്ചിട്ടുണ്ട്, കൊത്തിയിട്ടുമുണ്ട്. ഇതൊരു കരിയേപ്പും മരമാണ് കേട്ടോ. ഇതിൻ്റെ ക്രെഡിറ്റൊക്കെ ശരിക്കും ഇപ്പൊക്കെയാണ് കേട്ടോ കൂടുതൽ. ഇപ്പോഴാണ് ഇതൊക്കെ കൂടുതൽ നോക്കി കൊണ്ടെടുക്കുക. നമുക്ക് അതിന് ടൈമൊന്നും കിട്ടില്ല. പിന്നെ ഇത് സുറിനാം ചെറിയാണ് കേട്ടോ. ഇപ്പോൾ ഉള്ള സമയത്ത് ഇപ്പം നോക്കും, ഇപ്പം പോയി കഴിഞ്ഞാൽ അമ്മ നോക്കും, അങ്ങനെയൊക്കെ. പക്ഷെ കുഴിച്ചിടലും പരിപാലിക്കലൊക്കെ ഇപ്പോഴാണ്. ഇപ്പോൾ ഉള്ളപ്പോൾ നല്ലോണം നോക്കും, വളമൊക്കെ നല്ലോണം ഇട്ട് കൊടുത്തിട്ട്. ഇതിന് സുറിനാം ചെറിയാണ് കേട്ടോ. ഇതിവിടെ കായ എവിടെയെങ്കിലും ഒന്ന് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ. മോളൊന്ന് കുറേ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു പുളിയും ഒരു മുതലും കൂടെ ചേർന്ന സംഭവമാണ് കേട്ടത്. ഇതിമ്മ ഞാൻ കുറേ നോക്കി ലാസ്റ്റ് ഒന്ന് കിട്ടിയിട്ടോ. കാരണം അത് പഴുത്തിട്ടില്ല, നല്ല ചുവപ്പ് കളറായി മാറും. ഇതൊരു മഞ്ഞ കളറാണ്. അങ്ങനെ കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു കയ്പ്പ് ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ ഞാൻ തിന്നു കേട്ടോ. എല്ലാവർക്കും ഇതിൻ്റെ ചോയ്സ് ഇഷ്ടപ്പെടില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമുണ്ട്. ഏതായാലും നമ്മളെ തൊടിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷം. ഈ ഒരു തൊടി ഈ രീതിയിലായി മാറുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. കാരണം അത്രക്കൊരവസ്ഥയായിരുന്നു ഇവിടെ ആദ്യം കണ്ടവർക്ക് മാത്രമേ എൻ്റെ ഒരു കാര്യം മനസ്സിലാവുള്ളൂ. ഒരു മരം പോലും ഇവിടെ ഉണ്ടായില്ല. പിന്നെ സ്ഥലം വാങ്ങിയ ശേഷം അതേപോലെ കല്ലട്ടി കുയ്യായിരുന്നു ഇവിടെ. ഇത് നമ്മുടെ എന്താണ് ചായ മനസ്സ അല്ലേ, അതിന് പറയാം. ഇതാണ് കേട്ടോ ഞാൻ കുഴിച്ചിട്ട ബട്ടർ. പിന്നെ കല്ലട്ടി കുയ്യ മണ്ണിട്ട് തൂർത്തതാണ് ഞങ്ങളുടെ വീട് നിൽക്കുന്ന സ്ഥലം. ഈ ഒരു മാവുണ്ടല്ലോ, ഇത് ഞാൻ കുഴിച്ചിട്ടാണ് കേട്ടോ. ഞാൻ കുഴിച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നോക്കിയതൊക്കെ ഉമ്മിപ്പിയാണ്. എന്നാലും ഞാൻ കുഴിച്ചിട്ടതാണെന്നുള്ളൊരു പേര് ഉണ്ടാവും എപ്പോഴും. അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.